ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. മുറിയങ്ങണ്ണി പുഴയിലെ അത്തിപ്പറ്റക്കടവിൽ നീർനായശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ അത്തിപ്പറ്റ, ആറാട്ടുകടവ്, കാമ്പുറംകടവ്, മണ്ണാത്തിക്കടവ് എന്നിവിടങ്ങളിലാണ് നീർനായശല്യം രൂക്ഷമായത്. ഇതോടെ പുഴയിലെത്തുന്നവരും പ്രദേശവാസികളും വലഞ്ഞിരിക്കുകയാണ്. പുഴയിൽ തഴച്ചു വളർന്ന കാടുകളാണ് നിർണായകരുടെ വാസസ്ഥലം. പെറ്റുപെരുകിയതോടെ നിരവധി നിർണായ കുഞ്ഞുങ്ങളെയാണ് പുഴയിലെത്തുന്നവർ ദിനപ്രതി കാണുന്നത്. പുഴയിൽ അംഗീകൃതമായുള്ള മീൻപിടുത്തക്കാർ പുഴയിൽ ഇറങ്ങാനും മീൻ പിടിക്കാനും ഭീതിയോടെയാണ് പുഴയിലെത്തുന്നത്. നിരവധി പേർക്ക് ഇതിനകം കടിയേറ്റതായി പ്രദേശവാസിയായ അബ്ദുൽ മജീദ് പറയുന്നു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡ് തെക്കുമുറി അത്തിപ്പറ്റ കാളിയടവ് ഭാഗത്തിൽ പോകുന്ന പുഴയിലൂടെ കണ്ടമാനം നീർനായക്കളുടെ ശല്യമുണ്ട്. പല ആളുകൾക്കും നീർനായയുടെ കടിയേറ്റിട്ടുണ്ട്. ഇവിടെ 6-7 മത്സ്യത്തൊഴിലാളികളുണ്ട്, അംഗീകൃത മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർക്ക് മീൻ പിടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. സ്ത്രീകൾ കുളിക്കാനിറങ്ങാൻ കഴിയുന്നില്ല. താഴേക്കൂട്, കരിങ്കലത്താണ്, ചെത്തല്ലൂർ പല ഭാഗത്തു നിന്നും വന്ന് അത്തിപ്പറ്റ കടവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കുളിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ നീർനായയുടെ ഒരു ഭീഷണി നല്ല നിലനിൽക്കുന്നുണ്ട്. വൈകുന്നേരമാണ് ഇവർ കൂടുതലായും വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറുന്നത്. താഴേക്കോട്, ആലിപ്പറമ്പ്, ചെത്തല്ലൂർ, പൂവത്താണി, താഴേക്കോട് തുടങ്ങി നിരവധി ഭാഗത്തെ അപരിചിതരായ ആളുകളാണ് പുഴയിലേക്ക് ദിനംപ്രതി കുളിക്കാനും അലക്കാനുമായി വരുന്നത്. ഇവർക്ക് നീർനായയുടെ ശല്യത്തെക്കുറിച്ച് പോലും അറിയില്ല. പുഴയിലേക്ക് ആട്, പശു നിയമയിക്കാൻ വരുന്നവർക്ക് പുഴയിൽ തഴച്ചു നിൽക്കുന്ന കാടുകളിലേക്ക് പോകാൻ ഭയമായിട്ടുണ്ട്. നീർനായ ശല്യത്തെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അത്തിപ്പറ്റ, ആറാട്ടുകടവ് നിവാസികൾ. ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിലേക്ക് തിരിയണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പല ആളുകളെ നീർനായ കടിച്ചിട്ടുണ്ട്. കാമ്പുറം, അത്തിപ്പറ്റ, അങ്ങനെ കുമ്പമ്പാറ, തെക്കുമുറി എന്നീ പ്രദേശത്തുള്ള ആളുകളെ നീർനായ കടിച്ചിട്ടുണ്ട്. അവരൊക്കെ ചികിത്സ തേടുന്നുണ്ട്. മഞ്ചേരി, പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുന്നുണ്ട്. അപ്പോൾ ഇവരെ നശിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.